നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ പ്രാരംഭത്തിൽ പല പ്രകാരത്തിലും അസുഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും മാർഗതടസ്സങ്ങളും അനുഭവപ്പെടുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ, പ്രത്യേകിച്ച് മാർച്ച് 14-ാം തീയതി മുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. ദുർഘടങ്ങളെ പലതും അതിജീവിക്കുവാനായി അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഗവൺമെൻറ് തലത്തു നിന്നും അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങൾ പല പ്രകാരത്തിലും വന്നു ചേരുമെങ്കിലും അന്തിമമായി ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അസുഖങ്ങൾക്ക് ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയും ശസ്ത്രക്രിയയും വേണ്ടിവരും. ഭൂമി വിൽപ്പനയ്ക്ക് പ്രാഥമികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. മക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സാമ്പത്തിക വിഭാഗത്തിൽ പ്രാരംഭത്തിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിലും മാസാന്ത്യത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ടായിത്തീരും. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് 15-ാം തീയതി വരെ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം വ്യതിചലനം വന്നു ചേരുമെങ്കിലും മാസാന്ത്യത്തിൽ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. പൊതുവെ ഈ മാസത്തിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഈ മാസത്തിൽ അബദ്ധമായി തീരും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്.